കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഇനി 1-ാം തീയതി ശമ്പളം ലഭിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. SBIയുമായി ചേർന്ന് 100 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുക്കും. കടമെടുത്താണ് ശമ്പളം നൽകുന്നതെന്നും ജീവനക്കാർ ഒറ്റക്കെട്ടായി ജോലി ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു. ശമ്പളവും പെൻഷനും കൃത്യമായി ലഭിക്കുന്നില്ല എന്ന KSRTC ജീവനക്കാരുടെ നാളുകളായുള്ള പരാതിക്ക് ഒടുവിൽ പരിഹാരമായി. ഇനി മുതൽ കൃത്യമായി എല്ലാ 1-ാം തീയതിയും ശമ്പളം ലഭിക്കുമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. KSRTC ജീവനക്കാർക്ക് ഇന്നു മുതൽ ശമ്പളം 1-ാം തീയതി കൊടുക്കാൻ തുടങ്ങിയാണ്. ഇന്നിപ്പോൾ ഒന്നല്ല, ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി അവരുടെ ശമ്പളം അവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറും. ഈ നിമിഷം മുതൽ ഏത് നിമിഷവും അക്കൗണ്ടിലേക്ക് പൈസ വരും. ഇനി മേലിൽ എല്ലാ മാസങ്ങളിലും 1-ാം തീയതി KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഇടതുപക്ഷ മുന്നണി സർക്കാരിന് കഴിയുന്നു എന്ന അഭിമാനകരമായ വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ചേർന്നൊരു ഓവർ ഡ്രാഫ്റ്റ് 100 കോടിയുടെ ഓവർ ഡ്രാഫ്റ്റ് എടുത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സർക്കാർ പണം തരുമ്പോൾ ആ പണം തിരിച്ചടയ്ക്കും. ഇതൊരു ചെറിയൊരു മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. സർക്കാർ പണം തരുമ്പോൾ അത് തിരിച്ചടയ്ക്കും. പിന്നെ KSRTCയുടെ മുഴുവൻ കളക്ഷനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നൽകും. അങ്ങനെ നൽകിക്കൊണ്ട് ഈ ഓവർ ഡ്രാഫ്റ്റ് പരമാവധി കുറച്ചുപയോഗിച്ചുകൊണ്ട് ഏറ്റവും കുറച്ച് പലിശ വരത്തക്ക രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള ഒരു വളരെ സ്ട്രിക്റ്റായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് ശൈലിയായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. KSRTCയുടെ വരുമാനത്തിന്റെ 5% പെൻഷനായി മാറ്റിവെക്കും. 2 മാസത്തിനകം പെൻഷനും PFും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി കൊടുക്കാനാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ പിന്തുണയിലാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രഖ്യാപനം. KSRTC ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനായി പ്രതിമാസം 50 കോടി സർക്കാർ അനുവദിക്കും. സർക്കാരിന്റെ ഈ സാമ്പത്തിക സഹായം നിലനിർത്തിക്കൊണ്ടാണ് എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം വിതരണം ചെയ്യുക. ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ധനകാര്യമന്ത്രി വളരെ നല്ല നിലയിൽ KSRTC സഹായിച്ചു. KSRTC ആത്മാർത്ഥയുടെ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് 95%. അവരെ അധ്വാനത്തിൽ വെള്ളം കലർത്താൻ സമ്മതിക്കില്ല. ഒരു ദുർവ്യയവും മന്ത്രി എന്ന നിലയിലും CMD എന്ന നിലയിലും ഞങ്ങൾ ഒരു ദുർവ്യയവും KSRTC അനുവദിക്കത്തില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ജീവനക്കാർ ആത്മാർത്ഥത, നിങ്ങൾക്ക് 1-ാം തീയതി ശമ്പളം തരിക, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക. ഇനി ചിലർ വരും, നമുക്ക് ശമ്പള വർധനവിന് സമരം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അത് തൽക്കാലം ഒന്നും പറ്റുന്ന കാര്യമല്ല. ഇത് കടം വാങ്ങിച്ചിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഈ കടം സർക്കാർ ഇത് ശമ്പളം 1-ാം തീയതി തരുന്നത്. അതും വീട്ടേണ്ട ചുമതല നമുക്ക് തന്നെയാണ്. ലാഭത്തിലല്ലെങ്കിലും KSRTCയിൽ പ്രകടമായ മാറ്റമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.